മോൺസൺ മാവുങ്കൽ ഉൾപ്പെട്ട പുരാവസ്തു തട്ടിപ്പ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി വൈ.ആർ. റസ്തത്തിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം വേഗത്തിലാക്കാൻ റസ്തം പണം വാങ്ങി എന്ന പരാതിയിലാണ് അന്വേഷണം നടക്കുന്നത്. വിജിലൻസ് ഡിവൈഎസ്പി ടോമി സെബാസ്റ്റ്യനാണ് അന്വേഷണ ചുമതല. ആരോപണം റസ്തം നിഷേധിച്ചു. ഞാൻ ഈ കേസിന്റെ അന്വേഷണം ആരംഭിക്കുന്നത് 2022 9 മാസമാണ്. 9 മാസം അവസാനമാണ്. ഈ പണം കൊടുത്തു എന്ന് പറയുന്നത് 2022 ആദ്യമോ 2000 അവസാനമാണ്. അന്ന് ഞാൻ ഈ കേസ് അന്വേഷിക്കണ പോലുമില്ല. ഇതിൽ ഈ പരാതിക്കാരനായ യാക്കൂബ് എന്നെ വിളിച്ചിട്ട് മോൺസന്റെ ഒരു പോക്സോ കേസിലെ വ്യക്തിമായ ഒരു പെൺകുട്ടിയുണ്ട്, അവരെ ധീരയായിട്ട് മൊഴിയെടുത്തിട്ടുണ്ട്, അപ്പോൾ അവരെ ഇവർക്ക് സഹായിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിന് സഹായിക്കാൻ നിങ്ങളവരെ നേരിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ പറഞ്ഞു നേരിട്ട് ബന്ധപ്പെട്ടാൽ പോലീസിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞങ്ങൾ ചെയ്തു തരില്ല, നിങ്ങളും നേരിട്ട് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും കൊടുക്കുന്നത് നിയമപരമായി തെറ്റാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ സ്റ്റാഫിൻ്റെ പറഞ്ഞിട്ട് സ്റ്റാഫ് മുഖാന്തരം ആ ഒരാളുടെ നമ്പർ കൊടുത്തു. അയാളാണ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട് അവരാ പണം നേരിട്ട് അയാൾക്ക് കൊടുക്കുകയും അയാൾ ഈ പെൺകുട്ടിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഈ യാക്കൂബാണോ ഷമീറാണോ ഓർമ്മയില്ല, എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ ആ പൈസ അയച്ചിട്ടുണ്ട്, കിട്ടിയോന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരാൻ പറഞ്ഞു. ദാറ്റ് ഹാപ്പൻഡ് ഇൻ 2022 ആദ്യമോ 2022 ലാസ്റ്റിലോ ആണ്. വിഷ്ണു സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ പരാതിയിൽ വിജിലൻസിന്റെ അന്വേഷണം വരാൻ പോകുന്നു. വിശദാംശങ്ങൾ എങ്ങനെയാണ് വിഷ്ണു? ഇതൊരു പ്രാഥമിക അന്വേഷണമാണ്, സ്വാഭാവിക നടപടിയാണ്. ഷമീറും അതോടൊപ്പം യാക്കൂബും ഈ മോൺസൺ മാവുങ്കൽ പറ്റിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത രണ്ടുപേരാണ് നിലവിൽ കേസുമായി ബന്ധപ്പെട്ട റസ്റ്റത്തിനെതിരെയും പരാതി നൽകിയത്. ഈ കേസന്വേഷണം വേഗത്തിലാക്കാൻ 1,25,000 രൂപ റസ്റ്റം തങ്ങളോട് ആവശ്യപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഓഡിയോ ക്ലിപ്പും പരാതിക്കാർ സമർപ്പിച്ചിരുന്നു. സ്വാഭാവികമായും വിജിലൻസിന് പരാതി ലഭിക്കുന്നു. വിജിലൻസിന്റെ ഒരു പ്രാഥമിക അന്വേഷണത്തിനാണ് നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ടോമി സെബാസ്റ്റ്യൻ ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതല. ഈ പരാതിക്കാരായ രണ്ടുപേരോടും തിങ്കളാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനിടയിലാണ് റസ്റ്റത്തിന്റെ പ്രതികരണം. ശരി, വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.